എന്താണ് സർക്കാർ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമ്മൾ 2023-24 കാലഘട്ടത്തിലേക്ക് വേണ്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുൻപോട്ട് വെച്ച ഒരു ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ട് നമ്പർ 2. ആ റിപ്പോർട്ട് നമ്പർ 2 പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അതായത് ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന പണമൊക്കെ എവിടെ പോകുന്നു? ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിട്ട്, 28,258.39 കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ട്. ഇത് 2023 കാര്യമാണ്, 24 കാര്യമല്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അതുപോലെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ തന്നെ ആ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് കാണിക്കാമായിരുന്നു, ഇപ്പൊ ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല. ആ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട് 20,000 കോടി 19,975 കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അത് നികുതി അരിയർ മാത്രമാണ്. CAG 28,000 കോടി പറയുന്ന നികുതി അരിയർ മാത്രമല്ല, നികുതി പ്ലസ് നികുതിയേതര വരുമാനം, ഈ രണ്ടിലും കൂടിയുള്ള അരിയറാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. 28,258.39 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്ന്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്കാണല്ലോ ശമ്പള പരിഷ്കരണം നടത്തി ശമ്പളം കൊടുക്കുന്നതും ഒക്കെ. ഇവരുടെ ഒക്കെ കാര്യക്ഷമതയ്ക്കാണ് മാർക്കിടാൻ പോകുന്നത് എന്ന് ആദ്യ പ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് ഇവരുടെയൊക്കെ കാര്യക്ഷമത എവിടെ പോയി? എന്തുകൊണ്ടാണ് ഇത്രയധികം കുടിശ്ശിക പിരിച്ചു കിടക്കുന്നത്? CAG റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് നികുതിയേതര വരുമാനത്തിന്റെ എങ്ങനെ ശുഷ്കിച്ചു പോകുന്നു എന്നുള്ളത്. 2012 എന്റെ ഓർമ്മ, അതായത് 2011-12 ഞാനൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലേക്ക് മെമ്പറായിട്ട് വന്നപ്പോൾ നികുതിയേതര വരുമാനം വെറും 6% ആകുന്നു. അതായത് നമ്മുടെ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ, GDP-യുടെ അല്ല കേട്ടോ, വരുമാനത്തിന്റെ നികുതിയേതര വരുമാനത്തെ കൂട്ടിച്ചേർക്കുന്നതാണ് മൊത്ത വരുമാനം. ആ മൊത്ത വരുമാനത്തിന്റെ 6% മാത്രമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കമ്മിറ്റി ഇരുന്ന് പഠിച്ചു. അതായത് ഓരോ വകുപ്പിനെയും വിളിച്ചു വരുത്തി കൃത്യമായിട്ട് പഠിച്ചു എന്തുകൊണ്ട് നികുതിയേതര വരുമാനം കുറയുന്നു. കാരണം ഇത് ആഗോള തലത്തിൽ വേൾഡ് ബാങ്ക് നടത്തിയ പഠനം അനുസരിച്ച് നികുതിയേതര വരുമാനം ആകെ വരുമാനത്തിന്റെ ശരാശരി 39% അതിനേക്കാൾ 50% വരെ കളക്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. 39 താഴെ 30% വരെ ഉള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് ഒരു 10-12% ഓൾ ഇന്ത്യ തലത്തിൽ. കേരളത്തിലേക്ക് വന്നപ്പോൾ അത് വെറും 6% ഞങ്ങൾ അന്തം വിട്ടു. അതിനുശേഷം മാണി സാറിനെ കൊണ്ട്, ദിവംഗതനായ ധനമന്ത്രി മാണി സാറ് ശക്തമായ നടപടികൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. മാണി സാർ ആ നടപടികൾ നടപ്പാക്കി. അങ്ങനെ 2013, 14, 14, 15, 15, 16 വർഷങ്ങളിലൊക്കെ അത് 14% ഉയർന്നു. നികുതിയേതര വരുമാനം 14% വളരെ വലുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ 6% ആയിരുന്നതാണ് 14% ഉയർന്നത്. CAG റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ 2023 റിപ്പോർട്ട് എടുത്ത് നോക്കുക, ആ റിപ്പോർട്ട് നമ്പർ 2 എടുത്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കാണാം അത് വീണ്ടും നികുതിയേതര വരുമാനം കുത്തി 8% പോയിരിക്കുന്നു. ഞങ്ങൾ 14% വെച്ചിരുന്ന നികുതിയേതര വരുമാനമാണ് 8% വീണ്ടും കുത്തിയിരിക്കുന്നത്. ഇതുപോലെയാണെങ്കിൽ ഈ സർക്കാർ എന്ത് ചെയ്ത്? സർക്കാരിന്റെ കഴിവ് എവിടെ? അപ്പൊ ആ CAG റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഉദ്യോഗസ്ഥരെ, ഓഡിറ്റേഴ്സ് ഉണ്ട് ഗവൺമെന്റ് സർവീസിൽ, മിടുക്കരായ ഓഡിറ്റേഴ്സ്, അവരെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വകുപ്പുകളിൽ ഓഡിറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ ഇവരെ തടസ്സപ്പെടുത്തും. ഇപ്പൊ വേണ്ട, ഓഡിറ്റിംഗ് കുറച്ച് കഴിയട്ടെ, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ്. എന്തുകൊണ്ടാണ്? വകമാറ്റി ചെലവഴിക്കുന്നു. ആ കൊടുത്തിരിക്കുന്ന ഫണ്ട് ആവശ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചാലല്ലേ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ. അത് പറ്റില്ല. അപ്പൊ അത് വലിയ കുറ്റകരമായ അനാസ്ഥ ഗവൺമെന്റിന് കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഓഡിറ്റിംഗ് പോലും അനുവദിക്കാത്തത്. അങ്ങനെ ഓഡിറ്റിംഗ് പോലും അനുവദിക്കാതെ ഇഷ്ടം പോലെ കൈയിട്ട് വാരി വേണ്ടതിനും വേണ്ടാത്തതിനും ചെലവഴിക്കുന്ന ആ സ്വഭാവം ഈ ഗവൺമെന്റ് വെച്ചു പുലർത്തുന്നു എന്നതിന്റെ ബെസ്റ്റ് തെളിവാണ് ഓഡിറ്റേഴ്സിനെ കൊണ്ട്, ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റിംഗ് നടത്താത്തത്. അങ്ങനെ ഓഡിറ്റിംഗ് നടത്തി ആരാണ് നികുതി അടയ്ക്കാത്തത് സമയത്ത്? ആരാണ് നികുതിയേതര വരുമാനം കൈകാര്യം ചെയ്യാത്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നികുതിയൊക്കെ വരുമാനം വർദ്ധിക്കും, നികുതിയേതര വരുമാനം വർദ്ധിക്കും. അങ്ങനെ ഒന്നുമുള്ള യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് CAG അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് CAG പറയുന്നതുകൊണ്ട് നമുക്ക് 101% വിശ്വസിക്കാം. അത്ര വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ഏത് വകുപ്പിനെയും ഒരു തരത്തിലും പക്ഷാഭേദമില്ലാതെ
വിമർശിക്കുന്ന ഒരു ബോഡിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇങ്ങനെ എങ്ങനെ പിരിച്ചെടുക്കുക, എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ വർഷത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓണം കഴിഞ്ഞ ഒരു മാസത്തേക്ക് ആദ്യത്തെ ഒരാഴ്ച മുഴുവനും, ഒരാഴ്ചയല്ല കേരളീയം, അപ്പൊ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടു, ഭരണമില്ല, ഭരിക്കാൻ ആരുമില്ല, അന്വേഷിക്കാൻ ആരുമില്ല. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഏറ്റുപിടിച്ച് നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് ആർഭാടമായിട്ട് രാജ്യം മുഴുവനും രാജകീയമായ സദസ്സുകൾ സംഘടിപ്പിച്ച്, നവകേരള സദസ് നല്ല രാജകീയ സദസ് സംഘടിപ്പിച്ച് നടന്നു. അപ്പോഴും ഭരണം നടന്നില്ല. ഇതൊന്നും എന്തിനാണ് ഒരു ഗവൺമെന്റ് ഫോം ചെയ്തത്? ഒരു ഗവൺമെന്റിന് ഒരു സെക്രട്ടേറിയറ്റ്, ബഹുകോടികൾ ചെലവഴിച്ച് സെക്രട്ടേറിയറ്റും ഒരുപാട് ആയിരക്കണക്കിന്, അതായത് 5 ലക്ഷം തൊഴിലാളികളെയും അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഭരണം നടത്താനാണ്. ആ ഭരണം നടത്താൻ ബാധ്യസ്ഥമായ ഗവൺമെന്റ് ആണ് ഇങ്ങനെ നവകേരള സദസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടന്നേക്കുക. പാണൻ പാട്ടുപാടി ദേശാടനം നടത്തുന്നത് പോലെ പാണന്റെ രീതിയിൽ സെക്രട്ടേറിയറ്റ് വിട്ട് നാട് ചുറ്റി നടക്കുകയാണ്. അതിന്റെ ഫലമാണ് കേരളം ഇപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ആ പ്രതിസന്ധിയിൽ എത്തുമ്പോൾ ഒരു കാര്യവും കൂടി ഓർക്കണം. വരുമാനമില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബജറ്റില് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ തന്നെ സമസ്ത മേഖലകളെയും വലിച്ചു പിഴിഞ്ഞാണ് നികുതി ചുമത്തിയത്. അങ്ങനെ നികുതി ചുമത്തി ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടായി. അങ്ങനെയാണ് ഈ പറയപ്പെട്ട വീടുകളുടെ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില നികുതികളിലൊക്കെ ഈ അടുത്തിടെ കുറച്ച് റിട്രോസ്പെക്ട് ഇഫക്റ്റിൽ കുറച്ച് കുറവ് നൽകിയത്. അപ്പൊ ഈ വരുമാനം എവിടെ പോകുന്നു? സംസ്ഥാനത്തിന് കടം മേടിക്കൽ മാത്രമല്ലല്ലോ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വരേണ്ട വരുമാനം എവിടെ പോകുന്നു? അത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ പറയുമോ അത് GST കിട്ടിയില്ല, GST ആവും. ശരി, GST അവിടെ നിൽക്കട്ടെ, GST എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്ന് വെക്കാൻ നമുക്ക്. അല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പണം വരാനുള്ള മാർഗങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ആ പണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴും അതായത് GSTയിലേക്ക് ചേക്കേറിയത് ആകെ നികുതി വരുമാനത്തിന്റെ 45-50% മാത്രമാണ്. ബാക്കി 50-55% ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ കിറ്റിയിൽ തന്നെയാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിൽ 25 മുതൽ 35% വരെ, എത്ര കുറഞ്ഞാലും 30% വരെ വരുമാനം ലഭിക്കുന്നത് മദ്യത്തിൽ നിന്നാണ്. മദ്യത്തിന്റെ നികുതി എവിടെ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. മദ്യപാനികളാണ് കേരളം. 2ാം സ്ഥാനത്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യപാന സംസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നും അറിയാം. അപ്പൊ 25 മുതൽ 35% വരെ നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ വരുന്നത് മദ്യത്തിൽ നിന്നാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കിറ്റിയിൽ തന്നെയാണ്, കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഈ മദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് 25% മുതൽ 35% വരെ വരുമാനമാണ്. എത്ര കുറഞ്ഞാലും 30%-ത്തിൽ താഴെ പോവില്ല. അത് GSTയിൽ പോയിട്ടില്ല. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പെട്രോളിയമാണ്. 20% മുതൽ 25% വരെ വരുമാനം തരുന്നത്. ഇപ്പം മറ്റേത് 30-ഉം ഇത് 20-ഉം എന്ന് വെച്ചാൽ തന്നെ 50% ആയേ. അതായത് മദ്യത്തിൽ നിന്ന് 30 കിട്ടുന്നു, പെട്രോളിയത്തിൽ നിന്ന് 20 കിട്ടുന്നു. കുറഞ്ഞ ലെവല് നോക്കിയാൽ തന്നെ 50% കേട്ടോ. അപ്പൊ ഈ പെട്രോളിയത്തിന്റെ കാര്യത്തിലാണ് പാർത്ഥസാരഥി ഷോം പറഞ്ഞത്, പെട്രോളിയം GSTയിൽ ചേർത്തിട്ടില്ലെങ്കിൽ അത് GSTയെ അല്ലെന്ന്. കാരണം അദ്ദേഹത്തിന് അറിയാം പെട്രോളിയം GSTയിൽ പോവുകയാണെങ്കിൽ ജനങ്ങളുടെ ഭാരം ഒത്തിരി കുറയുമെന്ന്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നികുതി, സെസ്, സംസ്ഥാന ഗവൺമെന്റ് നികുതി, സെസ്, 4 തരം നികുതിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ. ഇത് 4ഉം വന്ന് വീഴുന്നത് ആരുടെ തലയിലാണ്? ജനങ്ങളുടെ തലയിൽ. അതുകൊണ്ടാണ് പാർത്ഥസാരഥി ഷോം അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ 2 പ്രധാന മാധ്യമം ഇപ്പോ ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞു. 1 മദ്യം, 2 പെട്രോളിയം, 3 ലാൻഡ് റവന്യൂ. അതായത് ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ എല്ലാതരം നികുതികളും, പിന്നെ വീട് നിർമ്മാണം, അതായത് റിയൽ എസ്റ്റേറ്റിൽ വരുന്ന എല്ലാതരം നികുതികളും വരുന്നത് ഇതിന്റെ കൂട്ടത്തിലാണ്. പിന്നെ അതുപോലെ 4ാമത്തത് ഇലക്ട്രിസിറ്റി നികുതി. ഈ 4 തരം നികുതികളും ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് കയ്യിൽ തന്നെയാണ്. ചുരുങ്ങിയത് 50%, 55% എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ 55% വരെ നികുതി പിരിക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ആണ്. അത് അതത് സമയങ്ങളിൽ മറ്റതിന്റെ ആണെങ്കിൽ ഇപ്പൊ GST ആണെങ്കിൽ GST പോർട്ടലിൽ പോകും. അത് എന്നിട്ട് അത് അവിടെ കിടന്ന് ഷെയർ ചെയ്യും. കേന്ദ്രത്തിലേക്ക് പോകും, സംസ്ഥാനത്തേക്ക് വരും. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പം IGST ഒക്കെ ഇത്തിരി സാവകാശം എടുക്കും കണക്കൊക്കെ കൂട്ടി കിട്ടാനായിട്ട്. എങ്കിൽ പോലും ഈ പറയപ്പെട്ട 50-55% നികുതി നേരിട്ട് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് പിരിച്ചെടുക്കുന്നത്. ഈ നികുതി എവിടെ പോകുന്നു? ഈ നികുതിയെ പറ്റി ഒരക്ഷരം ഇവരാരും മിണ്ടുന്നില്ല. അതിന്റെ വരുമാനം
ആ വരുമാനം പോകുന്നത് ഖജനാവിലേക്കല്ലേ? ആ ഖജനാവിലേക്ക് പോകുന്ന വരുമാനം അതത് സമയങ്ങളിൽ ഓണത്തിന് മുൻപ് കിട്ടിയത് ഓണത്തിന് മുൻപ് ചെലവഴിക്കാവുന്നതല്ലേ? അപ്പൊ അതെവിടെ പോയി? ഏത് പുലിമടയിൽ പോയിട്ടാണ് ഈ റവന്യൂ ഒളിക്കുന്നത്? അപ്പൊ ഇത്രയും നികുതി വരുമാനത്തെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇതൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഗവൺമെന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യം വരുമാന സമാഹരണത്തിന്റെ കാര്യത്തില് എന്ത് പദ്ധതിയാണ് ഗവൺമെന്റിനുള്ള? അതോ പിന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെ, അതായത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പിൽ കൈയിട്ട് വരുന്നു എന്നൊരു ചൊല്ലുണ്ട്. വലിയ തോതില് ധനവകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊരു ഒരു ഊഹാപോഹം നടക്കുന്നുണ്ട്. ആ ഊഹാപോഹം ശരിയാണോ? മുഖ്യമന്ത്രി തന്നെയാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിയായിക്കൊണ്ട് ധനവകുപ്പിന്റെ, അതായത് ഈ വകമാറ്റി ചെലവഴിക്കേണ്ട കാരണക്കാരൻ, ഇതിനെല്ലാം ഈ കാര്യക്ഷമത ഇല്ലായ്മയുടെ കാരണക്കാരൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി. അദ്ദേഹമാണല്ലോ കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തി കേരളത്തെ ഷോക്കേസ് ചെയ്ത്, അതായത് കേരളത്തെ ഷോക്കേസ് ചെയ്ത് ഇപ്പൊ തന്നെ ഒരു ചെളിക്കുഴിയിലായി. അതായത് ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന കടക്കെണി എന്ന് പറയുന്ന ഒരു കെണിയിലായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി അടിച്ച് താത്തി ഇട്ടിട്ട് ഇറങ്ങാമെന്നായിരിക്കും മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. രണ്ടായാലും കേരളത്തിന്റെ ഓണം നന്നായി നടത്താനുള്ള മാർഗങ്ങൾ കേരളത്തിന്റെ കീശയിൽ തന്നെ ഉണ്ട്. കടം എടുക്കുന്നത് മാത്രമല്ല അതിനുള്ള ഉപാധി. അത് ഇവിടുത്തെ ജനം അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ 50-55% വരുമാനം സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് കൃത്യതയോടെയാണ് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നന്ദി.